ഹർഷ, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നത് ഒരു വളരെ ദൗർഭാഗ്യകരമായ വാർത്തയായിരുന്നു. രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് മരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ്. അതായത് കുട്ടിയുടെ അച്ഛൻ ഷിജിൽ എന്ന വ്യക്തി കുഞ്ഞിനെ മനഃപൂർവ്വം കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിനിടെ കുഞ്ഞ് ഉണർന്നതിന്റെ ദേഷ്യത്തിലാണ് ആ കുഞ്ഞിനെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലൈംഗിക ബന്ധത്തിനിടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിനിടെയാണ് ഈ കുഞ്ഞ് എഴുന്നേക്കുന്നത്. അതൊരു പ്രകോപനമായി മാറിക്കൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത്രത്തോളം ക്രൂരമായ, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനോട് പോലും, നമ്മുടെ സ്വന്തമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കുഞ്ഞെന്നോ ഇരിക്കട്ടെ, 1 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ, ഒരു ജീവനെ അത്രയും ക്രൂരമായി ഇല്ലാതാക്കുക, അത് വേദനിച്ച് കരഞ്ഞപ്പോൾ പോലും ആ വേദന പോലും കാര്യമാക്കാതെ, അല്ലെങ്കിൽ ആ ഒരു കരച്ചിൽ പോലും കാര്യമാക്കിയില്ല എന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു വേദന ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. അതെ, ആ കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി കൈമുട്ട് കൊണ്ട് വയറ്റിലും നെഞ്ചിലും മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത്. ആ കുഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കാനോ ശ്രമിക്കുന്നില്ല. ആ കുഞ്ഞിന്റെ അമ്മയാണ്. പിന്നെ നോക്കുമ്പോൾ പുറമേ പാടുകളോ മുറിവോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ കിടത്തി ഉറക്കി. പക്ഷെ അടുത്ത ദിവസമായപ്പോ കുഞ്ഞ് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതെ, അതും പറയുന്ന കാരണമാണ് വളരെയധികം ബാലിശം എന്ന് പറയുന്നത്. ബിസ്ക്കറ്റ് കഴിച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. അതെ, ആദ്യം വന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് 1 വയസ്സുള്ള ഒരു കുഞ്ഞ് ബിസ്ക്കറ്റ് കഴിച്ച് മരണപ്പെട്ടു. അപ്പൊ അതിനുശേഷം വന്നത് ഭർത്താവിന് സംശയത്തിന്റെ നിഴലിലാണ് അച്ഛൻ വാങ്ങിക്കൊണ്ടു കൊടുത്ത ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷമാണ് കുഞ്ഞിനിങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഒരു 2-3 ദിവസം അതിനെ ചുറ്റിപ്പറ്റി കുറെ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പല കാര്യങ്ങളും അറിഞ്ഞത്. ഇതിനു മുൻപ് 2 മാസം മുൻപെന്തോ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞത് ഈ കുഞ്ഞ് ഇതുപോലെ കരഞ്ഞപ്പോ ഈ കുഞ്ഞിന്റെ കയ്യിൽ കയറി കിടന്ന് കൈ ഒടിച്ചതാണ് പിതാവ്. ആലോചിച്ച് നോക്കുക, 1 വയസ്സുള്ള കുഞ്ഞ് കരഞ്ഞപ്പോൾ കുഞ്ഞിനറിയാം അച്ഛൻ ആരാണ് അമ്മ ആരാണ് എന്നുള്ളത്. ബാക്കി 1 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. ആ കുഞ്ഞിന് കൃത്യമായ ബോധ്യമുണ്ട് അച്ഛനെയും അമ്മയും. ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ. അപ്പോൾ ആ കുഞ്ഞിനെ അച്ഛൻ എടുക്കുമ്പോൾ അതിന്റെ മനസ്സിൽ, അല്ലെങ്കിൽ അത് ചിന്തിക്കുന്നത്, നമ്മളെ എന്ന് ഇഷ്ടപ്പെടുന്ന എന്റെ അച്ഛൻ എന്നെ എടുത്തിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്റെ കരച്ചിൽ മാറ്റാനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്തു നിന്നാണ് അത്രയും ക്രൂരമായ മർദ്ദനത്തിന്, അല്ലെങ്കിൽ അത്രയും ക്രൂരമായ ഒരു ആക്രമണത്തിന് ആ കുട്ടി ഇരയാകുന്നത് എന്ന് പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഷിജിലിന്റെ പിന്നീടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ വ്യക്തി എന്താ പറയാ, വേറെ സെക്സ് ചാറ്റുകളിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധമുള്ള, ഈ ഒരു സെക്സിനോട് അല്ലെങ്കിൽ കാമഭ്രാന്തൻ എന്നൊക്കെ പറയുന്ന ഒരു നിലയിലാണ് ഇദ്ദേഹത്തിന്റെ, ഈ ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നിലധികം സ്ത്രീകളുള്ള ഗ്രൂപ്പ് ചാറ്റുകളിൽ സെക്സ് ചാറ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ലൈംഗിക വൈകൃതങ്ങളാണ് ഇതിലെല്ലാം വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ ഒരു കുഞ്ഞു കരഞ്ഞു എന്നുള്ള പ്രകോപനം ഉണ്ടാകുന്നത് എത്ര കുടുംബങ്ങളിൽ സംഭവിക്കും. കുഞ്ഞു കരഞ്ഞ് ദേഷ്യം വരുന്നവരുണ്ടാകാം, എക്സോസ്റ്റഡ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കരയുമ്പോൾ ദേഷ്യം വരാം. പക്ഷെ ഒരു കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഈ പെൺകുട്ടി, ഇയാളുടെ ഭാര്യ, ഈ മരിച്ച കുഞ്ഞിന്റെ അമ്മ പറയുന്നുണ്ട്, ഭയങ്കര മർദ്ദനമായിരുന്നു, വീട്ടിൽ സമാധാനമില്ലായിരുന്നു, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്ന് 2 മാസമോ മറ്റോ ആകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇയാൾ ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. പറഞ്ഞ കള്ളത്തരങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞിനെ മർദ്ദിച്ചു, കുഞ്ഞിനോട് സ്നേഹമില്ലായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മ പറയുന്നുണ്ട്, ഇയാള് കുഞ്ഞിനെ എടുത്താൽ കുഞ്ഞ് ഭയങ്കരമായി കരയും. അപ്പൊ ഇയാൾക്ക് വാശിയാകും, കുഞ്ഞിന്ന് ഞാൻ ഉറക്കിയിട്ട് കുഞ്ഞ് ഉറങ്ങിയാ മതി എന്ന് പറയും. അപ്പോ കുഞ്ഞെന്തായാലും ഉറങ്ങില്ല. കുഞ്ഞിന് ഇയാളെ പേടിയാണ്, അടുത്ത് വരുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഈ കുഞ്ഞ് കരഞ്ഞ് 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 ശബ്ദമില്ലാതെ കരഞ്ഞ് ശ്വാസമില്ലാതെ കരയുന്ന സമയം എത്തിയാൽ പോലും ആ കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കില്ല. ഒരുതരം വാശി. ആ കുഞ്ഞ് തൻ്റെതല്ല എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും അച്ഛനാവാൻ യോഗ്യതയില്ലാത്തൊരു മനുഷ്യൻ എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇയാളെ പോലെയുള്ളവർ ചിന്തിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ വേണ്ട എന്നുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാതിരിക്കുക എന്നുള്ളതാണ്. ഇതിന് ഉത്തമമായ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം അതിനെ എങ്ങനെ ക്രൂരമായി ഈ 1 വയസ്സിനുള്ളിൽ ആ കുഞ്ഞ് എന്തോരം അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലും പലരും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ വരും. ചിലർ പറയും ആ കുഞ്ഞും ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ട് ഈ ജന്മത്തിൽ അനുഭവിച്ചു, അങ്ങനെ പറയുന്നവർ വരെ ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും
ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായി ഈ വ്യക്തിയെയൊക്കെ ഇല്ലാതെ ആക്കി കളയണം, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോയി എത്ര വർഷം, കൂടിപ്പോയാൽ 10 വർഷം, അതിൽ കൂടുതൽ എന്തായാലും ശിക്ഷ ഇയാൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. തിരിച്ചറിഞ്ഞാൽ ഇയാൾ തന്നെ ജയിലെന്ന് എന്താ ഉറപ്പുള്ളത്? നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം വികാരമായി അല്ലെങ്കിൽ വൈകാരികമായി പറയുന്നതായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഒരു കുഞ്ഞിന്റെ ജീവൻ ഇത്രത്തോളം ഇല്ലാതെ ആക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ കണ്ടിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ ഒരമ്മ കുഞ്ഞിനെ വെള്ളത്തിൽ ഇട്ട് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇതുപോലെ പല കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. സ്വന്തമായി അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം കൊടുക്കുക, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കാമുകനുമായി പോകാൻ, അല്ലെങ്കിൽ കാമുകിയും, അതായത് അമ്മയ്ക്ക് തന്നെ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുള്ളപ്പോൾ, അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുക, കുഞ്ഞിന് ജന്മം കൊടുക്കുക, പിന്നീട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ പറയുന്ന പെണ്ണിന്റെ കൂടെ പോവുക. ഇത് ഒരു സ്ഥിരം കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് മാറണം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഞാൻ കണ്ട 3 വാർത്തകളാണ്. ഒന്ന് ട്രെയിനിൽ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഒന്ന് ഒരു കടവരാന്തയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു, ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ 3 സംഭവങ്ങളാണ് എനിക്കൊന്ന് കഴിഞ്ഞൊരു 48 മണിക്കൂറിനുള്ളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കാതെ പോയ കുറെ വാർത്തകൾ ഉണ്ടാകാം. അപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ കഴിയുന്ന അമ്മത്തൊട്ടിലുകളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഇങ്ങനെ ഉപേക്ഷിച്ചു പോകാതെ അല്ലെങ്കിൽ അപായപ്പെടുത്താതെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചിന്തിക്കുക. എനിക്കൊരു കുഞ്ഞിനെ വളർത്താനുള്ള മാനസിക, സാമ്പത്തിക, ശാരീരിക യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. എന്നാൽ മാത്രമേ, ഒരു കുഞ്ഞല്ലേ, ഒരു ജീവനല്ലേ, ഇനിയുള്ള ഒരു 60 വർഷം 70 വർഷം ലോകത്ത് ജീവിക്കേണ്ട ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനൊരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാതെ, ഒരു ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാക്കി കൊടുക്കാതെ, അല്ലെങ്കിൽ കൊല ചെയ്യാതെ അതിനെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ വിടുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. എത്രയോ ആളുകൾ കുഞ്ഞില്ലാതെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി വിഷമിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ ഇതേപോലെ പല ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ട് പോലും കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തിട്ട് പോലും അതിനെ നോക്കാൻ കഴിയാത്തത്. നോക്കാൻ കഴിയില്ലെങ്കിൽ ഓക്കെ, ഇപ്പൊ നേരത്തെ മേഘ പറഞ്ഞതുപോലെ എത്രയോ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മ തൊട്ടിലുകളുണ്ട്. പ്രായം ഒരു പ്രശ്നമേ അല്ല. ചെറിയ, അതായത് ജനിച്ച ആ ഒരു മൊമെന്റിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിലും നോക്കൂ എന്നുള്ളതാണ്. ഇവിടെയൊക്കെയാണ് ചില അമ്മമാരെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ അടുത്ത ബെഡിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ സുഹൃത്തിൽ നിന്നും പ്രഗ്നന്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കുട്ടി റിലേഷൻഷിപ്പിൽ പോലും ആയിരുന്നില്ല. അതിനുശേഷം ആ കുട്ടി പ്രസവിക്കുന്നു, ആൺകുഞ്ഞാണ് ഉണ്ടായിട്ടുള്ളത്. ആ പെൺകുട്ടി ഒറ്റയ്ക്ക്, ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഇത് അറിയിച്ചിട്ടില്ല. ആ കുട്ടി യഥാർത്ഥത്തിൽ ഇങ്ങനെ താൻ പ്രസവിച്ചെടുക്കാണെന്ന് പോലും ആ കുട്ടിയുടെ ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. പഠിക്കാനോ ജോലിക്കോ മറ്റോ എറണാകുളത്ത് വന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിനുശേഷം ആ കുഞ്ഞിനെ ആ പെൺകുട്ടി പരിചരിക്കുന്നത് കാണുമ്പോൾ, ആ ഒരു 7 ദിവസം ആ കുഞ്ഞിനെ നോക്കുന്നത് കാണുമ്പോൾ, ആ സമയത്തായിരുന്നു ഫ്ലാറ്റിൽ നിന്നും മറ്റൊരു പെൺകുട്ടി ഫ്ലാറ്റിൽ ബാത്റൂമിൽ പ്രസവിച്ച് കുഞ്ഞിനെ റോഡിലേക്ക് പുറത്തേക്ക് എറിഞ്ഞ ഒരു സാഹചര്യം. ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുകയാണ്. പലതരത്തിൽ മാനസികാവസ്ഥയിലുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ പുരുഷന്മാർ, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നിന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഷിജിൽ മാത്രമല്ല, ഷിജിൽ ഇതൊരു അപൂർവം കേസ് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ കൃത്യമായ ശിക്ഷ നൽകി, അല്ലെങ്കിൽ ഇനി ഒരു തവണ കൂടി ഒരാൾക്ക് ചെയ്യാൻ ഭയം തോന്നുന്ന നിലയിലായിരിക്കണം ഇനി ഈ പറയുന്ന ഷിജിൽ ഉൾപ്പെടെയുള്ള ഈ തെറ്റുകൾ ചെയ്യുന്നവർക്ക് നൽകേണ്ട ശിക്ഷ എന്ന് പറയുന്നത്.